മുത്തശ്ശ 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 കുട്ടൂസേ, നീ മുത്തശ്ശനെ കണ്ടാ? ഇല്ല. ആ അമ്മായി എവിടെ? ഇവിടെയാ. അമ്മായി മുത്തശ്ശനെ കണ്ടോ? മുത്തശ്ശൻ പുറകിലുണ്ടല്ലോ. ആ മുത്തശ്ശ മുത്തശ്ശ ഇത് കണ്ടോ? കറുപ്പ് എല്ലാത്തിനും എഴുതിയിട്ടുണ്ട്. ഈ കറുപ്പ് എന്ന് വെച്ചാ എന്താ? ഇതൊരു വിവാദം വരാനൊക്കെ ഉള്ള ഒരു സംഭവങ്ങളാണ് നിറത്തിനെ കുറിച്ച്. ഇതിനു മുമ്പേയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊരു സംഭവം ഒരു എന്താ ഒരു കലാമണ്ഡലത്തിലെ ഏതോ ഒരു ഇതിനെ പ്രശ്നമൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ വരും. നീ പണ്ട് ഒരു കാര്യം ചെയ്ത് ഓർമ്മയുണ്ടോ നിനക്ക്? കറുത്ത എള്ളുണ്ട പറഞ്ഞപ്പോഴേ കറുത്ത എള്ളുണ്ടേ നിനക്ക് ഞാൻ വാങ്ങി തന്നു. അപ്പോ നീ അത് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പഴാ ഓർമ്മ വന്ന്. പറഞ്ഞു പണ്ട് ഇപ്പോഴൊന്നുമല്ല. അപ്പോഴും നിനക്കും കറുപ്പിനോട് ഒരു അലർജി ഉണ്ട് അല്ലേ? ഇല്ല, എനിക്ക് എല്ലാ കളറും ഇഷ്ടം. കറുപ്പ് ഇത് പറഞ്ഞപ്പോ വേണ്ട എനിക്ക് വെള്ള എള്ളുണ്ട മതിയെന്നാണല്ലോ അന്ന് പറഞ്ഞേ. അല്ല, ഞാൻ എള്ളുണ്ട വേണ്ടെന്നാ പറഞ്ഞത്. കറുപ്പ് എനിക്കിഷ്ടം. കറുപ്പെന്നാണ് കറുപ്പ് കണ്ടപ്പോ നിനക്ക് വേണ്ടെന്നാ പറഞ്ഞത്. അല്ല, അപ്പൊ ഒരു കാര്യം പറയാം. ഞാനേ കറുപ്പ് ആനയുടെ കളർ എന്താണ്? കറുപ്പില്ലേ? കറുപ്പ്. ആനയുടെ കളർ കറുപ്പല്ലേ? ആ. പിന്നെ ഇതെന്താണ്? ഇത് പുളി. പുളി. അതും കറുപ്പാണ് അല്ലേ? പുളിയും കറുപ്പായി, എള്ളുണ്ടിയും കറുപ്പായി. ഇതൊക്കെ കറുപ്പാണെങ്കിലും ഇതൊക്കെ ഓരോന്നിലൂടെ ലയിച്ചു പോകുമ്പോഴേ നല്ല രസല്ലേ? അതല്ലേ? ഇതെന്താണ്? ദോശ ഉണ്ടാക്കണ ദോശ ചട്ടി. ഇതിന് വെള്ളമാവുന്നതിനായിട്ട് ഒഴിച്ചിട്ട് എന്താവും? ദോശ ഉണ്ടാക്കും, നല്ല ദോശ കഴിക്കും. അപ്പൊ കറുപ്പിന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സൗന്ദര്യം ഉണ്ട്. കാക്കജി കറുപ്പാണ്, കുയിലിന് കറുപ്പാണ്, ആനയ്ക്ക് കറുപ്പാണ്. അപ്പൊ ആയതുകൊണ്ട് കറുപ്പിനെ പറ്റിയിട്ട് നമ്മള് ഒരു അവഗണനയും പറയാൻ പാടില്ല. കറുപ്പിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ആയതുകൊണ്ട് ഞാൻ നിനക്ക് കറുപ്പ് വെള്ളമുണ്ട കൂട്ടാ എന്നാ നിന്നോ. അതാ ഇപ്പൊ മനസ്സിലായി കറുപ്പുള്ളതാണെന്നുള്ളത്. കറുപ്പിനെ പറ്റി പലതും പറഞ്ഞാലും ശരി, നമ്മളൊന്നും പറയാൻ പോണ്ട. ശരീരത്തിന്റെ നിറം ചിലവർക്ക് കറുപ്പായിട്ട് വരും, ചിലർക്ക് വെളുപ്പായിട്ട് വരും. ചിലപ്പോൾ കറുപ്പും വെളുപ്പും മിക്സിങ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു കറുത്തിട്ടും അല്ല വെളുത്തിട്ടും ഇല്ല എന്നൊക്കെ പറയും. മനസ്സിലായിട്ടുണ്ടോ? ആയതുകൊണ്ട് മുത്തച്ഛനോട് നീ ചോദിച്ചു, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായ? എള്ളോട്ട് തോന്നില്ലേ? അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മൾ യാതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അതങ്ങനെ പോട്ടെ. പത്രത്തിലും ടി വിയിലൊക്കെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. കുട്ടികളാകുമ്പോ അതിലും നല്ല ശ്രദ്ധിക്കണം. നല്ല 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 കാര്യങ്ങൾ, ഇങ്ങനത്തെ വിവാദങ്ങൾ അതൊക്കെ അതിന്റെ പാട്ടിൽ അതങ്ങനെ പോയിക്കോട്ടെ കേട്ടോ. ഇപ്പൊ മനസ്സിലായ? നീ അവിടുന്ന് ഓടിച്ചാടി വരിക? ഓടിച്ചാടി വന്ന് സൈക്കിളിലോ വന്നേ? ഓ ശരി. ഞാൻ പോവാ.